ഖുർആൻ ക്ലാസ്സിൽ കൊള്ള മുതൽ അൻഫാൽ എന്ന 8-ാമത്തെ അധ്യായമാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിലെ ആദ്യത്തെ 8 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. 9-ാമത്തെ വാക്യം മുതലാണ് ഇന്ന് വായിക്കുന്നത്. ഖുർആൻ എന്ന വെളിപാട് പുസ്തകത്തിൻ്റെ ആശയപരമായ ഉറവിടം പ്രപഞ്ച സൃഷ്ടാവും മനുഷ്യൻ്റെ രക്ഷിതാവുമായിട്ടുള്ള ഒരു ദൈവത്തിൽ നിന്നല്ല, മറിച്ച് ഒരു ഗോത്രത്തലവനാകാൻ ആഗ്രഹിച്ചിരുന്ന അക്കാലത്തെ ഒരു മനുഷ്യൻ്റെ കുൽസിത ബുദ്ധിയിൽ നിന്ന് ഉദയം ചെയ്ത കള്ളക്കഥയാണ് എന്നതിൻ്റെ ഏറ്റവും യുക്തിസഹമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അവൻ അപ്പോൾ നിങ്ങൾക്ക് മറുപടി നൽകി. വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇതൊക്കെ ബദർ യുദ്ധത്തിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ്. യുദ്ധം കഴിഞ്ഞ ഉടനെ യുദ്ധത്തിൽ വിജയിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്തുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞിയെ പോലെ അള്ളാഹു വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലെ പല കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ആ യുദ്ധം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് പ്രയോഗിച്ച ചതിപ്രയോഗങ്ങളും ആ ചതിപ്രയോഗത്തിൻ്റെ അനന്തരഫലമായിട്ട് അനുയായികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പവും തർക്കവും ഇതൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞത്. ഇവിടെ ഈ 9-ാമത്തെ വാക്യം പറയുന്നത് യുദ്ധം വിജയിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് എന്ന്. അള്ളാഹുവിൻ്റെ ഭടന്മാരെ, അതായത് മലക്കുകളെ ആ യുദ്ധത്തിലിറക്കി നേരിട്ട് ആ മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയും മക്കയിൽ നിന്ന് വന്ന കച്ചവടത്തെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ആ മക്കക്കാരെ വെട്ടാനും നുറുക്കാനും അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവർത്തിച്ചു എന്നുമൊക്കെയാണ് ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ 1000 മലക്കുകളെ ഇറക്കി ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്തില്ലേ, നിങ്ങൾ എൻ്റെ സഹായം ചോദിച്ചപ്പോൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ മുഹമ്മദ് ഈ യുദ്ധ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിലേക്ക് ആളുകളെ ഇറക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും ആ പറഞ്ഞ കാര്യങ്ങൾ യുദ്ധത്തിന് ശേഷം ഒന്നുകൂടി മുഹമ്മദ് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ഈ നേട്ടം ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രംഗമാണിത്. മീക്കായിലും ജിബ്രീലും ഈ 2 പ്രധാനപ്പെട്ട മലക്കുകൾ തന്നെ ഈ ബദർ യുദ്ധത്തിൽ നേരിട്ടിറങ്ങിയെന്നും ജിബ്രീലിൻ്റെ കൂടെ 500 മലക്കുകൾ ഉണ്ടായിരുന്നുവെന്നും മീക്കായിലിൻ്റെ കൂടെ വേറെ 500 മലക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഈ 2 മലക്കുകളുടെ നേതൃത്വത്തിലുള്ള മൊത്തം 1000 മലക്കുകളാണ് ഈ യുദ്ധത്തിൽ മുഹമ്മദിനെ സഹായിക്കാനുണ്ടായിരുന്നത് എന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത്. അള്ളാഹുവാണ് ഈ മലക്കുകളെയും കൊണ്ട് യുദ്ധത്തിന് വന്നത്. അള്ളാഹു പങ്കെടുത്ത രീതിയും അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള പങ്കുമൊക്കെ എന്തായിരുന്നു എന്നൊക്കെ ഇനി ഈ അധ്യായത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ജിബ്രീലും മീക്കായിലും 500 വീത മലക്കുകളെയും കൊണ്ട് ഇറങ്ങിയ കഥ ഇതാ ഇബ്നു കസീർ ഉദ്ധരിച്ച ഈ ഹദീസിലുണ്ട്. എല്ലാം ഇബ്നു അബ്ബാസിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. 500 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജിബ്രീൽ ഓൺ വൺ സൈഡ് ആൻഡ് 500 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മീക്കായിൽ ഓൺ ദി അതർ സൈഡ്. അങ്ങനെ ജിബ്രീലും മീക്കായിലും കൂടെ മലക്കുകളെ കൂട്ടി വെട്ടിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അദൃശ്യമായ വാളുകൊണ്ട് വെട്ടേറ്റിട്ടാണ് മക്കയിലെ സൈന്യത്തിലുണ്ടായിരുന്ന 70ഓളം പേര് മരിച്ചത് എന്നും അവരുടെ മുറിപ്പാടുകളിലൊക്കെ ആ തീ കൊണ്ടുണ്ടാക്കിയ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് കോമഡി കഥകൾ ഇതിനെ തുടർന്ന് വരുന്നുണ്ട്. എന്തായാലും മലക്കുകൾ പങ്കെടുത്തു എന്നാണ് മിക്കവാറും എല്ലാ മുഫസ്സിറുകളും പറയുന്നത്. ആധുനിക കാലത്തെ ചില അരയുക്തിവാദികളും മുക്കാൽ യുക്തിവാദികളുമായ ആളുകൾ മലക്കുകൾ അങ്ങനെ വെട്ടാനും കുത്താനൊന്നും കൂടിയിട്ടില്ല, പക്ഷേ ആ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്മാരുടെ മനസ്സിൽ ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് ഒപ്പം ഇങ്ങനെ ചിയർ ഗേൾസ് മാതിരി പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന കോമഡികളും ഉണ്ട്. അതിന് മറുപടിയായിട്ട് സാധാരണ മുഫസ്സിറുകൾ ഇവരെ ചീത്ത പറയുന്നതിൻ്റെയൊക്കെ ചിത്രം നമുക്ക് മലയാളത്തിലുള്ള തഫ്സീറുകളിൽ തന്നെ കാണാം. എന്തായാലും മലക്കുകൾ പങ്കെടുത്തോ, മലക്കുകൾ ആരൊക്കെയാണ് വന്നത്, എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചിന്തയ്ക്ക് വിധേയമാകേണ്ട വിഷയം. ഒരു പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവം, ആ ദൈവം സൃഷ്ടിച്ച അയാളുടെ സൃഷ്ടികളായ മനുഷ്യർക്ക് അയാൾ രക്ഷിതാവാണ് എന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു രക്ഷിതാവ് സ്വന്തം മക്കളെപ്പോലെ കാണേണ്ട തൻ്റെ സൃഷ്ടികളോട് ചെയ്യേണ്ട ഒരു പണിയാണോ ഇവിടെ ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ സാമാന്യമായ യുക്തിക്ക്
ചിന്തയ്ക്ക് വിഷയമാകേണ്ടത് എന്നാണ് എനിക്ക് ഈ അധ്യായം ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസികളോട് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്. ഇവിടെ ജിബ്രീലും മീക്കായിലും 1000 മലക്കുകളൊക്കെ പങ്കെടുത്തിട്ട് ആരാണ് ഈ ജിബ്രീൽ, ആരാണ് ഈ മീക്കായിൽ എന്നുള്ളതൊക്കെ മറ്റു കഥകൾ വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായ ശക്തിയുണ്ട്. ഈ പ്രപഞ്ച ആകാശം ഭൂമിയൊക്കെ ഒന്നായിട്ട് നിറഞ്ഞു നിൽക്കാനും ആകാശവും ഭൂമിയൊക്കെ തകിട് പൊടിയാക്കാനും ഒക്കെയുള്ള കഴിവുകൾ, അള്ളാഹുവിൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളായിട്ടാണ് ഈ ജിബ്രീൽ മീക്കായിൽ പോലുള്ള മലക്കുകളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള 1000 മലക്കുകൾ ഈ പ്രഗത്ഭരായ ഏറ്റവും സമുന്നതരായ 2 മലക്ക് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 14 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെയൊക്കെ ശക്തി എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങോട്ട് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭസ്മമാക്കാൻ കഴിയുള്ള ആളാണ് അള്ളാഹു. ആ കഴിവ് നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു ആശ്രയിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. പരാശ്രയം വേണ്ടാത്ത അള്ളാഹു ഏത് കാര്യത്തിനും ആശ്രയിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. ആ മലക്കുകൾക്കാണെങ്കിൽ അതിഭീകരമായ കഴിവുകളുണ്ട്. ആ കഴിവുകളുള്ള 1000 മലക്കുകളെയും കൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ ഈ ബദർ യുദ്ധത്തിൻ്റെ യുദ്ധക്കളത്തിൽ നേരിട്ടിറങ്ങി വന്ന് യുദ്ധത്തിൽ സഹായിച്ചിട്ടും അള്ളാഹുവിൻ്റെ പക്ഷത്തുള്ള യോദ്ധാക്കളിൽ നിന്ന് 14 പേര് ഷഹീദായി ബദരീങ്ങളെ. ആ ഷഹീദായ ബദരീങ്ങളെ അള്ളാഹുവിനും മലക്കുകൾക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കഥ തന്നെ പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ വെളിപാടായി ആവർത്തിച്ചപ്പോൾ മലക്കുകളുടെ എണ്ണമൊക്കെ മാറിപ്പോയിട്ടു. 3000 മലക്കുകൾ ഇറക്കി എന്ന് പറയുന്നു, 5000 മലക്കുകൾ ഇറക്കാൻ പറഞ്ഞു, അങ്ങനെ 3000 ഇറക്കി കൊടുത്തു എന്ന് പറയുന്ന കഥ ഇതേ ഖുർആനിൽ വേറെ സ്ഥലത്തുണ്ട്. ഇതാ 3-ാം അധ്യായത്തിലെ 124, 125 വാക്യങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് നീ സത്യവിശ്വാസികളോട് പറഞ്ഞിരുന്ന സന്ദർഭം പിന്നീട് അള്ളാഹു അത് വാഗ്ദാനം ചെയ്തു. അതെ, നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും നിങ്ങളുടെ അടുക്കൽ ശത്രുക്കൾ ഈ നിമിഷത്തിൽ തന്നെ വന്നെത്തുകയുമാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് പ്രത്യേക അടയാളമുള്ള 5000 മലക്കുകൾ മുഖേന നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനപ്പെടുവാൻ വേണ്ടിയും മാത്രമാണ് അള്ളാഹു പിൻബലം നൽകിയത്. സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്നുമാകുന്നു. അപ്പോൾ അള്ളാഹു 3000 മലക്കുകളെയാണ് ഓഫർ ചെയ്തതെന്നും 5000 മലക്കുകളെയാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറയുന്ന കഥ ഇവിടെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മുഫസ്സിറുകൾ ഇങ്ങനെ ബബ്ബ അടിക്കുന്നതാണ് നമ്മൾ തഫ്സീറുകൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ കണക്കുകൾ പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് വ്യാഖ്യാതാക്കൾക്ക് യാതൊരു എത്തും പിടിയില്ല. പക്ഷെ അതൊക്കെ വളരെ സിമ്പിളാണ്. കാരണം ഒരു കഥ ഒരിക്കൽ പറഞ്ഞു, ഇത്തരം കഥകൾ നുണക്കഥകൾ പറഞ്ഞിട്ട് ആ കഥകൾ കൊല്ലങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷമോ ആവർത്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ഓർക്കാതെ മാറ്റി പറയേണ്ടി വരും. നുണ പറഞ്ഞാലുള്ള പ്രശ്നം അതാണ്. ഒരിക്കൽ നുണ പറഞ്ഞാൽ ആ നുണ എന്നും ഓർത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എത്ര മലക്കുകൾ ഇറങ്ങിയെന്നാണ് ഒരിക്കൽ പറഞ്ഞത് എന്ന് ഓർക്കാതെ പിന്നെ ഒരിക്കലും അത് 3000, 5000 എന്ന് പറഞ്ഞതാണ്. അതല്ലാതെ അള്ളാഹു ഇങ്ങനെ വായി തോന്നിയത് ഒരിക്കൽ 3000, ഒരിക്കൽ 5000, ഒരിക്കൽ 1000 എന്ന് പറയേണ്ട കാര്യമില്ല. അള്ളാഹുവിന് ഈ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവണം, അള്ളാഹു ദൈവമാണെങ്കിൽ. പക്ഷേ മുഹമ്മദിന് ഓർമ്മയില്ലെങ്കിൽ വളരെ സ്വാഭാവികമാണ്. 23 കൊല്ലക്കാലത്തിൻ്റെ ഇടയിൽ ഒരേ കഥ പല സ്ഥലത്തായി പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ചപ്പോൾ കഥയിൽ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ മാറിപ്പോവും. കാരണം ഓർത്തിരിക്കാൻ കഴിയില്ല, മനുഷ്യനല്ലേ. അങ്ങനെ അള്ളാഹുവും ജിബ്രീലും മീക്കായിലിൻ്റെ നേതൃത്വത്തിൽ 1000 മലക്കുകളും ഇടപെട്ടുകൊണ്ട് യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ഇടയിൽ മറ്റേ ചങ്ങായിയുണ്ട്, ശൈത്താനുമുണ്ട്, ഇബ്ലീസ്. അള്ളയും അള്ളാഹിൻ്റെ എതിരാളിയായിട്ടുള്ള ഇബ്ലീസും തമ്മിലാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. അങ്ങനെയുണ്ട് കഥ. എന്നാൽ എന്താണ് ഇവിടെ നടന്നത്? മക്കയിൽ നിന്ന് താൽക്കാലികമായിട്ട് തട്ടിക്കൂട്ടിയ ഒരു സംരക്ഷണ സേന, അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സേനയാണ്. ആ സേന എത്രത്തോളം ശക്തമായിരിക്കുമെന്നും എത്രത്തോളം ആൾബലമുണ്ടാകുമെന്നും എത്രത്തോളം ആയുധബലം ഉണ്ടാകും എന്നൊക്കെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രം എഴുതിയ ആളുകൾ ഈ മുഹമ്മദിനെയും അള്ളാഹുവിനെയും ഇസ്ലാമിനെയും പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കള്ളക്കഥകൾ ഇതിനകത്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് വന്നത് 1000കണക്കിന് ആൾക്കാർ എന്നും മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വെറും 100കണക്കിന് ആൾക്കാർ എന്നൊക്കെ പറയുന്ന അതിശയകരമായ കണക്കുകളൊക്കെ പറയുന്നത്. കാരണം അള്ളയും മലക്കുകളൊക്കെ പങ്കെടുത്ത് സഹായിച്ചിട്ട് ജയിച്ചു എന്ന് പറയണമെങ്കിൽ ആ സൈന്യം വളരെ വലുതായിരുന്നു എന്നും ഈ സൈന്യം ചെറുതായിരുന്നു എന്നൊക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് പറഞ്ഞ നുണയാവാനാണ് സാധ്യത. കാരണം നമുക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചാൽ അറിയാം,
അബൂ സുഫിയാൻ സിറിയയിൽ നിന്ന് മടങ്ങുന്ന വഴി പെട്ടെന്ന് ചാരന്മാരെയൊക്കെ അയച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മക്കയിലേക്ക് വിവരം അറിയിച്ച് മക്കയിൽ നിന്ന് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സൈന്യത്തെ തട്ടിക്കൂട്ടിയിട്ട് മുഹമ്മദിൻ്റെ നേരെ പുറപ്പെടണമെങ്കിൽ അതെന്തായാലും ഒരു ചെറിയ താൽക്കാലിക തട്ടിക്കൂട്ട് സംഘം ആയിരിക്കാനേ സാധ്യതയുള്ളൂ. വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുള്ള സൈനിക സന്നാഹമൊന്നും ആ സമയത്ത് അവരുടെ കയ്യിലില്ല. മക്കക്കാർക്ക് പൊതുവെ അങ്ങനെ വലിയ യുദ്ധം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അവരവരുടെ കച്ചവട സംഘങ്ങൾ, കാരവൻ സംഘങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ട കുറച്ച് ആയുധങ്ങളും കുറച്ച് ഏർപ്പാടുകളും മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഹമ്മദ് അവരെ കച്ചവട സംഘങ്ങളെ ആക്രമിക്കാൻ പദ്ധതികൾ ഇടുന്നത്. തൻ്റെ ഗോത്രത്തിലെ എല്ലാ രഹസ്യങ്ങളും മുഹമ്മദിന് അറിയാം. അതുകൊണ്ട് അവരുടെ സൈനിക ബലത്തെക്കുറിച്ചും അവരുടെ ആയുധബലത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നത് കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്നും ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഈ പണിക്കിറങ്ങിയത്. അല്ലാതെ അള്ളയും മലക്കുകളും സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല മുഹമ്മദ് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ യുദ്ധം നടക്കുമ്പോൾ പിരികയറ്റാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അള്ളാഹു മലക്കുകൾ ജിബ്രീൽ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അനുയായികളെ എങ്ങനെ പിരികയറ്റി വിടുകയായിരുന്നു. അങ്ങനെ പിരികയറ്റി വിട്ടിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു എന്നത് വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. 14 പേര് ഇപ്പുറത്ത് മരിച്ചിട്ടാണ് 70 പേരെ അപ്പുറത്ത് കൊല്ലാൻ കഴിയുന്നത് എങ്കിൽ അവിടെ നടന്നത് സാധാരണ മനുഷ്യർക്കിടയിൽ മനുഷ്യർ തമ്മിൽ നടക്കുന്ന ഒരു ഗോത്രയുദ്ധം മാത്രമാണ്. അങ്ങനെ മനുഷ്യർക്കിടയിൽ മനുഷ്യർ തമ്മിൽ നടത്തുന്ന ഒരു ഗോത്രയുദ്ധത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകനായിട്ടുള്ള ഒരു ദൈവം ഇറങ്ങി വന്നിട്ട് തൻ്റെ മലക്കുകൾ എന്ന് പറയുന്ന അദൃശ്യ അത്ഭുത സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഒരു പക്ഷം ചേർന്നു എന്നും എന്നിട്ടും തൻ്റെ പക്ഷത്ത് 10-14 ആൾക്കാർ മരിച്ചു എന്നും അപ്പുറത്തൊരു 70 ആളെ കൊല്ലാൻ കഴിഞ്ഞു എന്നും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഫ്രീസറിൽ വെച്ചാൽ മാത്രമേ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇനി മക്കയിൽ നിന്ന് വന്ന ആളുകൾക്കോ അവർക്ക് യുദ്ധം ചെയ്യണമെന്നോ മുഹമ്മദിനെ തോൽപ്പിക്കണമെന്നോ അവരെ കൊല്ലണമെന്നോ യാതൊരു താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരികളിൽ തന്നെ ഉള്ളത്. വരികൾക്കിടയിൽ നിന്ന് കൃത്യമായിട്ടും ബോധ്യമാവും. കാരണം സ്വന്തം ഗോത്രമാണ്, സ്വന്തം ചോരയാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു സംഘട്ടനവും ആവശ്യമില്ല, പരസ്പരം വെട്ടിക്കൊല്ലേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അവർ വന്നത്. പക്ഷേ അവരുടെ ഉദ്ദേശം അവരുടെ കച്ചവട സംഘങ്ങളെ മുഹമ്മദ് ആക്രമിക്കരുത്, അതിന് മുഹമ്മദിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് മാത്രമായിരുന്നു. മുഹമ്മദിനെയോ അല്ലെങ്കിൽ കൂടെയുള്ളവരെയോ കൊല്ലാൻ ഉദ്ദേശിച്ചല്ല അവർ വന്നിരുന്നത് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇതാ ആ സൈന്യത്തിൻ്റെ തലവനായിരുന്ന അബൂ ജഹൽ തന്നെ പറയുന്ന ഒരു കാര്യം ഇബ്നു കസീർ ഉദ്ധരിച്ചതാണ് ഈ കാണുന്നത്. അബൂ ജഹൽ സെഡ്, "ഡു നോട്ട് കിൽ ദം ബട്ട് ക്യാപ്ചർ ദം സോ ദാറ്റ് യു മേക്ക് നോൺ ടു ദം that they did their ridiculing your religion and shunning Lat and Al-Uzza. Allah then sent down the angels." അപ്പോൾ ലാത്തയും ഉസ്സയും ഹുബലും അതുപോലെയുള്ള ദൈവങ്ങളെയൊക്കെ കൂട്ടിയിട്ടാണ് മറ്റവർ വന്നത്. ആ ദൈവങ്ങളെ മുഹമ്മദ് ഇങ്ങനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് മുഹമ്മദിനെ ബോധ്യപ്പെടുത്തുക, അതിന് അവരെ യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കുക, ഒരിക്കലും അവരെ കൊല്ലരുത് എന്ന് അബൂ ജഹൽ പോലും ആ സമയത്ത് നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല യുദ്ധത്തിന് മുഹമ്മദും അനുയായികളും വാളും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് മുഹമ്മദേ, നമ്മൾ ഒരു ചോരയല്ലേ, നമ്മൾ ഒരു കുടുംബമല്ലേ, ഈ പണി നമ്മൾ തമ്മിൽ വേണോ എന്നൊക്കെ അവർ വിളിച്ചു ചോദിക്കുന്നതായിട്ട് പല ചരിത്രത്തിലും നമുക്ക് കാണാം. വളരെ ദയനീയമായൊരു മുഖമാണ് ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ നമ്മൾ ആ യുദ്ധമുഖത്ത് കാണുന്നത്. മുഹമ്മദാണ് അവിടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ, സ്വന്തം ചോരയാണ് എന്ന യാതൊരു പരിഗണനയും ഇല്ലാതെ, സ്വന്തം കുടുംബമാണ് എന്ന യാതൊരു പരിഗണനയും ഇല്ലാതെ, സ്വന്തം മകളുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തുണ്ട്, സ്വന്തം അമ്മായിയപ്പനടക്കമുള്ള ആളുകൾ അപ്പുറത്തുണ്ട് എന്ന കാര്യം പോലും ഓർക്കാതെ മുഹമ്മദാണ് അനുയായികളെ പിരികയറ്റി വാളും കൊണ്ടിറക്കിയത്. ഒറിജിനൽ സ്പിരിച്വലായിട്ടുള്ള പിരികയറ്റലും നടന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം അടിച്ചിട്ടാണ് ബദറിലും ഉഹുദിലും ഒക്കെ മുഹമ്മദിൻ്റെ അനുയായികൾ മറ്റവരെ വെട്ടാൻ ഇറങ്ങിയത്. ആ വെള്ളമടിച്ചതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറയാം. സർവശക്തനായ ഒരു രക്ഷിതാവ് സ്വന്തം മക്കള് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് സ്വീകാര്യമല്ല കേട്ടോ. ഇസ്ലാം അടിമയും ഒട്ടമയും എന്നുള്ള ഒരു ബന്ധമാണുള്ളത്. മക്കൾ പിതാവ് എന്നുള്ള ആ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ബന്ധം ദൈവവും മനുഷ്യരും തമ്മിലില്ല ഇസ്ലാമിൽ. അടിമയും ഒട്ടമകളെന്ന് പറയുന്ന ഈ ബന്ധമാണുള്ളത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ രക്ഷിതാവ് എന്ന ഒരു സ്ഥാനം
അവകാശപ്പെടുന്ന ഒരാൾ സ്വന്തം സൃഷ്ടികളായ ഈ മനുഷ്യരെ വാളുകൊണ്ട് വെട്ടിച്ചിട്ട് ആ വെട്ടിൻ്റെ കൂട്ടത്തിൽ താൻ നേരിട്ടിറങ്ങി വന്ന് മലക്കുകളെ ഇറക്കിയിട്ട് കഴുത്ത് വെട്ടാൻ സഹായിച്ചിട്ട് ഒരു കൂട്ടരെ ജയിപ്പിക്കാനും മറ്റേ കൂട്ടരെ തോൽപ്പിക്കാനും ഒരു ദൈവം ഇറങ്ങി വന്നു പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നിലവാരം എന്താണ്? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ ഖുർആൻ ആദ്യമായി വായിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ ആദ്യമായി ഈ സാധനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ചിന്തകൾക്ക് പിന്നെ മൂർച്ച കൂടുക എന്നല്ലാതെ ആ ചിന്തയിൽ നിന്ന് മാറേണ്ടതായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഈ മതം പഠിച്ചിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഈ മതത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലും ഈ മതത്തിൻ്റെ പ്രമാണങ്ങളിലും ഞാൻ കണ്ടത് മുഴുവൻ ഈ മണ്ടത്തരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് ന്യായീകരണങ്ങൾ പറയുക എന്നല്ലാതെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു മറുപടിയോ വിശദീകരണമോ മതത്തിൽ എവിടെയില്ല. ഇപ്പോഴും മതപണ്ഡിതന്മാർ ഇതൊക്കെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു വിശദീകരണവും നൽകാൻ ഈ മതപണ്ഡിതന്മാർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. സർവശക്തനായ രക്ഷിതാവായ ഒരു ദൈവത്തിന് ഇങ്ങനെ വാളുകൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വേണോ തൻ്റെ ദൗത്യം വിജയിപ്പിക്കാൻ? മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക പർപ്പസ് വെച്ചിട്ടാണെന്ന് പറയുന്നു. ആ പർപ്പസിനനുസരിച്ച് താൻ സൃഷ്ടിച്ച ഒരു വസ്തു അല്ലെങ്കിൽ താൻ സൃഷ്ടിച്ച ഒരു ഉപകരണം വർക്ക് ചെയ്യാൻ ആ ഉപകരണങ്ങളെ പരസ്പരം ഇതുപോലെ ഏറ്റുമുട്ടിച്ചിട്ട് കഴുത്ത് വെട്ടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണ് അതിനുള്ളത്? ആ ചോദ്യം സ്വാഭാവികമായിട്ടും ആ കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട്, വിശ്വാസികളുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ഈ മുഹമ്മദിൻ്റെ അള്ളാഹു വെളിപാടായി നൽകിയ മറുപടിയാണ് 47-ാം അധ്യായത്തിലെ ഈ 4-ാം വാക്യത്തിൽ നിങ്ങൾ ഈ കാണുന്നത്. ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ പിരടികളിൽ വെട്ടുക. അങ്ങനെ അവരെ നിങ്ങൾ അമർച്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശക്തിയായി ബന്ധിക്കുക. എന്നിട്ട് അതിനുശേഷം ദാക്ഷിണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മോചനമൂല്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുക. യുദ്ധം അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ അത്രയേ അതാണ് മുറ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ നേരെ അവൻ ശിക്ഷാ നടപടി സ്വീകരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പരീക്ഷിക്കേണ്ടതിനായിട്ടാണ് ഇത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാകട്ടെ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ പാഴാക്കുകയേ ഇല്ല. ഇവിടെ 14 പേര് ഈ യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിട്ടും മരിച്ചു. അള്ളയും മലക്കും ജിബ്രീലും മീകായിലും ഒക്കെ ഉണ്ടായിട്ടും മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ളവരുടെ മനസ്സിൽ സംശയം ജനിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അള്ളയും മലക്കുകളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഇത്ര ആൾക്കാർ മരിച്ചല്ലോ, അപ്പോൾ ഈ പറയുന്നതിലൊക്കെ എന്തോ ഒരു പന്തികേടില്ലേ എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അതിന് അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറഞ്ഞ മറുപടിയാണിത്. അള്ളാഹുവിന് വേണമെങ്കിൽ നേരിട്ട് പ്രശ്നം പരിഹരിക്കായിരുന്നു, അള്ളാഹുവിന് നേരിട്ട് അവരെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു നിങ്ങളിൽ ചിലരെ കൊണ്ട് ഈ പണി ചെയ്യിച്ചിട്ട് പരീക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യരെ തമ്മിലടുപ്പിച്ചിട്ട് കാര്യം നടത്താനാണ് അള്ളാഹു ഉദ്ദേശിച്ചത്, അല്ലാതെ അള്ളാഹു നേരിട്ട് വരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് ഈ മരിച്ചുപോയ ആൾക്കാർക്കാകട്ടെ അവരുടെ കർമ്മങ്ങൾ പാഴാവുകയില്ല, അവർക്ക് അവിടെ വേറെ ആനമുട്ട കിട്ടും എന്ന് വേറെ ഓഫറും. അപ്പോൾ എന്താണോ സംഭവിച്ചത് ആ സംഭവിച്ചതിനനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തുന്ന വ്യാഖ്യാനങ്ങളാണ് അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് തന്നെ നൽകുന്നത്. അത് തന്നെയാണ് മതപണ്ഡിതന്മാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ശിക്ഷിക്കും എന്നാണ് മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് മക്കക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ എന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ ഇന്ന അത്ഭുതങ്ങൾ കാണിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി മരിച്ചവരെ ജീവിപ്പിച്ചു, കഷ്ണം വെട്ടിയ പക്ഷീനെ പറപ്പിച്ചു, ഇങ്ങനെ ഒരുപാട് കഥകൾ മുഹമ്മദ് അവിടെ പറഞ്ഞിരുന്നു. ആ കഥകളുമായിട്ട് താനും അതുപോലെ ഒരു ദൂതനാണെന്നും പറഞ്ഞ് വന്ന മുഹമ്മദിനോട് എങ്കിൽ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തൂ, ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് മക്കക്കാർ വളരെ സുവ്യക്തമായിട്ട് മുഹമ്മദിനോട് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് എന്താ പറഞ്ഞത്? ദൃഷ്ടാന്തം കാണിച്ചു തന്നാലും നിങ്ങൾ വിശ്വസിക്കൂല, കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മൂടി വെച്ചിരിക്കുകയാണ് അള്ളാഹു, നിങ്ങളെ കണ്ണും കാതുമൊക്കെ അള്ളാഹു അടപ്പെട്ട് മൂടിയിരിക്കുകയാണ്, നിങ്ങളെ അള്ളാഹു ഇങ്ങനെ ആക്കിയതാണ്, നിങ്ങൾ എന്ത് ദൃഷ്ടാന്തം കാണിച്ചാലും നിങ്ങൾ വിശ്വസിക്കൂല, അള്ളാഹുവാണ് നിങ്ങളെ പഴപ്പിച്ചത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് അതിന് മറുപടിയായിട്ട് അവരോട് പറഞ്ഞത്.
ദൃഷ്ടാന്തം കാണിക്കാൻ കഴിവില്ലാത്തവനൊന്നുമല്ല അള്ളാഹു എന്നാണ് മറുപടി പറഞ്ഞത്. അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലേ എന്നല്ല മക്കക്കാർ ചോദിച്ചത് മുഹമ്മദ് അള്ളാഹിൻ്റെ ദൂതനാണെങ്കിൽ അതിൻ്റെ തെളിവ് ബോധ്യപ്പെടുത്തൂ എന്നാണ്. അത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മുഹമ്മദ് പറഞ്ഞ് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. കാരണം ഇങ്ങനെ തെളിവ് ചോദിച്ചവരോടും ഇങ്ങനെ വിശ്വാസത്തെ ചോദ്യം ചെയ്തവരോടും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരോടും ഒക്കെ അള്ളാഹു ചെയ്തിട്ടുള്ള പണി അതാണ്. അള്ളാഹു മലമറിച്ച് നിങ്ങളെ ശിക്ഷിക്കും, അള്ളാഹു ഭൂകമ്പം ഉണ്ടാക്കി ശിക്ഷിക്കും, അള്ളാഹു കൊടുങ്കാറ്റുണ്ടാക്കി ശിക്ഷിക്കും, അള്ളാഹു വെള്ളപ്പൊക്കം ഉണ്ടാക്കി ശിക്ഷിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞപ്പോൾ മക്കൾക്കാരെന്താ മുഹമ്മദിനോട് ആവശ്യപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ മുഹമ്മദെ ഒരു ശിക്ഷയെങ്കിലും ഇറക്കിയിട്ട് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ മുഹമ്മദ് പിന്നെയും പേടിച്ചു. ഒരിക്കൽ പറഞ്ഞു, നബി നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമ്പോൾ അള്ളാഹ്ക്ക് ശിക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ നബീനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ മാത്രം ശിക്ഷിക്കാൻ ഈ സർവ്വശക്തന് കഴിയില്ല. അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ മാത്രം ശിക്ഷിക്കാനുള്ള ഒരു ടെക്നോളജി അള്ളാഹ്ക്ക് അറിയില്ല. ഈ രീതിയിലുള്ള വഷളത്തരങ്ങളാണ് മുഹമ്മദ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അള്ളാഹുവിന് നേരിട്ട് ഈ മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ, ഈ വിശ്വസിക്കാത്ത ആളുകളെ അള്ളാഹുവിന് നേരിട്ട് ശിക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് അള്ളാഹു ചെയ്താൽ പോരെ? പിന്നെന്തിനാണ് മനുഷ്യരെ തമ്മിൽ വെട്ടിക്കുന്നത്? ആ മനുഷ്യർ തമ്മിൽ വെട്ടുന്നിടത്ത് യുദ്ധക്കളത്തിലേക്ക് ആകാശത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് ഈ അള്ളയും അള്ളാഹിൻ്റെ മലക്കുകളും കൂടെ വെട്ടാനും കുത്താനും കൂടി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹു സർവ്വശക്തനാണെങ്കിൽ രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, അള്ളാഹു തന്നെയാണ് ഇവരെ പഴപ്പിച്ചതെങ്കിൽ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ശിക്ഷിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. കാരണം അള്ളാഹു മൂടി വെച്ചിട്ടും അടപ്പിട്ട് മൂടിയിട്ടും വഴി പഴപ്പിച്ചിട്ടും അള്ളാഹു തന്നെ ഏർപ്പാടാക്കിയിട്ടും ആണ് ഇവർ അവിശ്വാസികളായതെങ്കിൽ പിന്നെ ആ അവിശ്വാസികളെ നേരെയാക്കാൻ വേറെ ആർക്കും കഴിയില്ല എങ്കിൽ പിന്നെ ആ അവിശ്വാസികളോട് അള്ളാഹു ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ തെമ്മാടിത്തമാണ്. കാരണം അവരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് എന്താ അർഹതയുള്ളത്? അള്ളാഹു അല്ലേ അവരങ്ങനെ ആക്കിയത്. അള്ളാഹു അങ്ങനെ ആക്കിയിട്ട് അള്ളാഹു നേരിട്ടവരെ ശിക്ഷിക്കുകയാണെങ്കിലും നമുക്ക് അള്ളാഹുവിന് അതിനുള്ള കഴിവുണ്ട് എന്നെങ്കിലും പറയാം. പക്ഷേ അള്ളാഹു അവിടെ നേരിട്ട് ശിക്ഷിക്കുന്നുമില്ല. എന്നിട്ട് മുഹമ്മദിനോട് 13 കൊല്ലം അവർ ഞാൻ തന്നെയാണ് അങ്ങനെ ആക്കിയത്, അതുകൊണ്ട് നീ അവരെ താക്കീത് ചെയ്ത് പോയാൽ മതി എന്നും നിനക്ക് വേറെ നിർബന്ധമൊന്നുമില്ല എന്നും പറഞ്ഞ് അവരെ പറ്റിച്ച, മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരെ പറ്റിച്ച അതേ അള്ളാഹു മുഹമ്മദ് മദീനയിലെത്തിയ ഉടനെ അവർക്കെതിരെ വാളെടുക്കുകയാണ്. അവർ യുദ്ധത്തിന് വന്നിട്ടല്ല വാളെടുത്തത്. അങ്ങനെയൊക്കെ നുണ പറയുന്നവരുണ്ട് ഇന്ന്. അവർ ഒരു യുദ്ധത്തിനും വന്നിട്ടില്ല, അവർ മുഹമ്മദിനെ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ കച്ചവടവും കാര്യങ്ങളായിട്ട് മുഹമ്മദിൻ്റെ ശല്യം ഒഴിഞ്ഞു പോയതിൽ ആശ്വാസം കൊണ്ടുകൊണ്ട് അവരുടെ കച്ചവടവും കാര്യമായിട്ട് ജീവിക്കുകയാണ് അവിടെ. അങ്ങനെ കച്ചവടത്തിന് പോകുന്ന അവരെ കൊള്ള ചെയ്യാനാണ് മുഹമ്മദ് കോപ്പ് കൂട്ടിയത്. എന്നിട്ട് ആ കൊള്ളയ്ക്ക് പോയ മുഹമ്മദിനെയും കൂട്ടരെയുമാണ് അവർ നേരിട്ടത്. എന്തിന് നേരിട്ടു? അവരുടെ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ അവരോട് യുദ്ധത്തിന് വന്നതല്ല, അവരെ ആക്രമിക്കാൻ വന്നതല്ല. എന്നിട്ട് യുദ്ധക്കളത്തിൽ വെച്ച് പോലും അബൂജഹൽ പറയുന്നത് കൊല്ലണ്ട, ഒരു പാഠം പഠിപ്പിച്ചാൽ മതി എന്നാണ്. ആ മാന്യത പോലും, ആ മര്യാദ പോലും, ആ മനുഷ്യത്വം പോലും മുഹമ്മദിൻ്റെ അള്ളാഹുവും ഇവിടെ കാണിക്കുന്നില്ല. എന്നിട്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട, സ്വന്തം ചോരയിൽപ്പെട്ട ആ മനുഷ്യരെ അള്ളയും മലക്കുകളും കൂടെ കൂടിയിട്ട് വെട്ടിക്കൊന്നു കൊടുക്കുകയാണ് മുഹമ്മദിന് വേണ്ടിയിട്ട്. ഈ അള്ളാഹ്ക്ക് ഈ മലക്കുകൾ അവിടെ മക്കയിൽ ഇറക്കി കണ്ട് അവിടെ ശിക്ഷിച്ചാൽ പോരായിരുന്നു? എന്നിട്ട് അവിടെ അത്ഭുതം കാണിച്ചിട്ട് അവരെ കൂടെ ബോധ്യപ്പെടുത്തിയാൽ പോരായിരുന്നോ? അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരത്ഭുതവും കാണിക്കാനോ, അവസാനം ശിക്ഷ ഇറക്ക് മുഹമ്മദേ എന്നവർ വെല്ലുവിളിച്ചിട്ട് ഒരു ചെറിയ ശിക്ഷ പോലും അവിടെ ഇറക്കാൻ ഈ അള്ളാഹുവിന് അവിടെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ അള്ളാഹു മദീനയിൽ വന്നിട്ട് യുദ്ധക്കളത്തിൽ വന്നിട്ട് വെട്ടുകയാണ് മലക്കളെയും കൂട്ടിയിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ്? സമാധാനത്തിൻ്റെയോ നീതിയുടെയോ നേരും നെറിയുള്ള ഒരു മതമോ ഒരു ദർശനമോ സംഭാവന ചെയ്യുക തൻ്റെ സൃഷ്ടികൾക്ക് എന്ന ഉദ്ദേശം ഈ അള്ളാഹുവിനുണ്ടായിരുന്നില്ല. മറിച്ച് മനുഷ്യരെ തമ്മിൽ കാലാകാലം കഴുത്ത് വെട്ടിക്കാനുള്ള ഒരു ഭീകര പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു അള്ളാഹു. ഇത് ദൈവമിറക്കിയതാണെങ്കിൽ, പക്ഷേ അങ്ങനെ ഒരു ദൈവം ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നതുകൊണ്ടാണ് ഇത് ഒരു ഗോത്ര നേതാവാകാൻ കൊതിച്ച ഒരു മനുഷ്യൻ്റെ കുൽസിത ബുദ്ധിയിലെ ആശയങ്ങളാണ് എന്ന് നമ്മൾ പറയുന്നത്. നേരും നെറിയുള്ള ഒരു ദൈവം, താൻ രക്ഷിതാവാണെന്ന് അവകാശപ്പെടുന്ന ഒരു ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി 10ാമത്തെ വാക്യം,
ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടിയും മാത്രമാണ് അള്ളാഹു അത് ഏർപ്പെടുത്തിയത്. അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ യാതൊരു സഹായവുമില്ല. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അള്ളാഹുവിൽ നിന്നല്ലാതെ ഈ മുസ്ലിങ്ങൾക്ക് ഒരു സഹായവും ഉണ്ടാവുകയില്ല എന്നാണ് ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അള്ളാഹു പറയുന്നത്. എന്നാൽ ഈ അള്ളാഹുവിന് ഈ മുസ്ലിങ്ങളെ മക്കയിൽ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കയിൽ 13 കൊല്ലം മുസ്ലിങ്ങളെ സഹായിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ മക്കക്കാരുടെ മനസ്സിൽ ഈമാൻ ഇട്ട് കൊടുക്കാൻ അള്ളാഹുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈമാൻ കടന്നു ചെല്ലരുത് എന്ന് തീരുമാനിക്കുകയും കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി അടപ്പും മൂടിയിടുകയും അവരെ ഇതിനു വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് എന്ന് പറയുകയും ചെയ്ത അതേ അള്ളാഹുവാണ് മദീനയിൽ വന്നിട്ട് മുഹമ്മദിനോട് അവരെ വാളെടുത്തിട്ട് ശരിയാക്കുക, അവരുടെ കച്ചവട സംഘത്തെ പോയി കൊള്ളയടിക്കുക എന്ന് പറഞ്ഞിട്ട് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അല്ലാതെ വേറെ ആരും നിങ്ങളെ സഹായിക്കാനില്ല എന്ന് പറയുന്നു. ഈ അള്ളാഹുവിന് എന്തേ മുഹമ്മദ് മരിച്ചു വീണതിന് ശേഷം മുഹമ്മദിൻ്റെ സ്വന്തം ചോരയിൽപ്പെട്ട മക്കളെയും പേരക്കുട്ടികളെയും സംരക്ഷിക്കാൻ കഴിയാതെ പോയത്? മുഹമ്മദിൻ്റെ സന്തത സഹചാരികളായിരുന്ന ആദ്യത്തെ ഖലീഫമാരെ ഉമറിനെയും ഉസ്മാനെയും അലിയെയും ഹസനെയും ഹുസൈനെയും ഒന്നും സംരക്ഷിക്കാൻ എന്തേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവാതിരുന്നത്? ഈ മക്ക മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അവസാനം മുഹമ്മദിന് കീഴടങ്ങിയതിന് ശേഷം മുഹമ്മദിൻ്റെ കുടുംബത്തോടും മുഹമ്മദിനോടും മുഹമ്മദിൻ്റെ മതത്തോടും വളരെ കൃത്യമായ പ്രതികാരം ചെയ്യുന്നതിൻ്റെ ചിത്രമാണ് മുഹമ്മദ് മരിച്ചു വീണ നിമിഷം മുതൽ നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. ഈ അലിയെയും ഹസനെയും ഹുസൈനെയും ഫാത്തിമയെയും ഒക്കെ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവർ തന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഈ അബൂ സുഫിയാൻ്റെ സന്തതി പരമ്പരകളും മുസ്ലിങ്ങളായിട്ട് കൂടെ വന്നവരും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ തന്നെ വേരറുക്കുന്ന ദയനീയമായ ചിത്രമാണ് മുഹമ്മദിൻ്റെ മരണശേഷം കാണുന്നത്. അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അബൂ സുഫിയാനും മുആവിയക്കും യസീദിനുമൊക്കെയാണ് പിന്നീട് അള്ളാഹുവിൻ്റെ സഹായത്തോടെ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിനെ തന്നെ കയ്യിലെടുത്ത് ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഒക്കെ എവിടെയായിരുന്നു? മുഹമ്മദ് മരിച്ചതിൻ്റെ കൂടെ തന്നെ അള്ളാഹു വഫാത്തായി. ഇതാണ് സത്യം. മുഹമ്മദ് വഫാത്തായ നിമിഷത്തിന് ശേഷം അള്ളാഹുവിൻ്റെ ഒരു രോമം അനങ്ങുന്നത് ഈ ചരിത്രത്തിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല, ഇന്നും കാണുന്നില്ല. പലസ്തീനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ പലസ്തീൻ്റെ അവസ്ഥ എന്താണ്? എത്ര പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. എവിടെ അള്ളാഹുവിൻ്റെ സഹായം? ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ 3ാമത്തെ ദേവാലയം, അള്ളാഹുവിൻ്റെ 3ാമത്തെ ദേവാലയം ഈ ജൂതന്മാർ പിടിച്ചെടുത്തിട്ട് നൂറ്റാണ്ട് ആവാറായി. അള്ളാഹു അത് വീണ്ടെടുക്കാൻ എന്തേ മുസ്ലിങ്ങളെ സഹായിക്കാത്തത്? ഇസ്രായേലിൻ്റെ ഒക്കെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കണ്ട ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ ചുറ്റും വളഞ്ഞു നിന്നിട്ട് ഒരു മലപ്പുറം ജില്ലയോളം പോകുന്ന ഒരു കുഞ്ഞു രാജ്യത്തെ അതിൻ്റെ പേറ്റുനോവ് മാറുന്നതിന് മുമ്പ്, അത് ജന്മമെടുത്ത് പിച്ച വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് വളഞ്ഞിട്ട് ആക്രമിച്ച് ശരിപ്പെടുത്താൻ പോയിട്ട് ഈ അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ പരാജയപ്പെടുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. എല്ലാ രാജ്യങ്ങളും കൂടെ ആയിരക്കണക്കിന് ടാങ്കുകളും വിമാനങ്ങളും ഒരുക്കി ഇസ്രായേലിനെ ഇതാ വിഴുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ ജൂതന്മാർക്ക് വേണ്ടി ശവക്കുഴി വരെ ഒരുക്കിയിട്ട് യുദ്ധത്തിന് ഒരുങ്ങിയ സമയത്താണ് 967 വെറും ഒരാഴ്ച പോലും എടുക്കാതെ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ഈ രാജ്യങ്ങളെ മുഴുവൻ തോൽപ്പിച്ച് അവരുടെ മുഴുവൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയം കാണിച്ചത്. അപ്പോൾ അള്ളാഹു കൂറുമാറി ജൂതന്മാരെ കൂടെ കൂടിയതാ? അതോ അള്ളാഹു എന്ന് പറയുന്ന യഥാർത്ഥ ദൈവം ജൂതന്മാരുടെ ദൈവമാണോ? അതോ യഥാർത്ഥ അള്ളാഹു ജൂതന്മാരുടെ അള്ളാഹു ആണോ? ഈ അള്ളാഹു വ്യാജനാണോ? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുസ്ലിങ്ങളെ സഹായിക്കുന്ന ഒരു അള്ളാഹുവിനെ നമ്മൾ ചരിത്രത്തിൽ ഭൂമിയിൽ എവിടെയും കാണുന്നില്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ ജിബ്രീലും മീക്കായിലും അള്ളാഹുവിൻ്റെ അബാബിൽ പക്ഷികളൊക്കെ എവിടെയായിരുന്നു? ഉറങ്ങുമായിരുന്നോ? അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മുസ്ലിങ്ങളെ അള്ളാഹു സഹായിക്കുമെന്ന ഈ വീമ്പ് പറച്ചിൽ ബദർ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ഒരു 8 മമ്മൂഞ്ഞ് മാത്രമായിരുന്നു. മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദ് അവതരിപ്പിച്ച ബഡായികൾ എന്നല്ലാതെ
യുക്തിസഹമായി യാതൊരു തെളിവുമില്ല ഈ പറഞ്ഞതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നതിന്. മാത്രമല്ല, ഒരു ദൈവമാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെങ്കിൽ ആ ദൈവത്തിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആരാധിക്കാൻ പോയിട്ട് ആദരിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഇത്രയും നെറുകേടൊക്കെ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളോട് കാണിക്കുന്നതാണോ വിചാരിക്കേണ്ടത്? സ്വന്തം സൃഷ്ടികളിലൊക്കെ എന്തിനു വേണ്ടിയാണോ താൻ സൃഷ്ടിച്ചത് ആ പർപ്പസിനനുസരിച്ച് ആ സൃഷ്ടികൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നതിന് ദൈവം എന്തിനാണ് ഇങ്ങനെ ഇടനിലക്കാരെ ഏജൻറ്റുമാരെ അയച്ചിട്ട് വാളെടുത്ത് വെട്ടിക്കുകയും എന്നിട്ട് അവിടെ വന്നിട്ട് മീക്കായിലിനെയും ജിബ്രീലിനെയും മലക്കുകളെയും കൂട്ടി വന്നിട്ട് വെട്ടാനും കുത്താനും സഹായിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനെയൊക്കെ പിന്നെ എന്തിനെ കൊള്ളുക? ഇതാണോ ദൈവം? ഇങ്ങനെയാണോ ഒരു ദൈവം? ഇതൊക്കെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ പരിഹസിക്കുന്ന വെറും കുളൂസ് കഥകളാണ് എന്നതിന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? 11-ാമത്തെ വാക്യം, അള്ളാഹു തൻ്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭം നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാചിൻ്റെ ദുർബോധന നീക്കിക്കളയുന്നതിനും നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിരുന്ന സന്ദർഭം. അപ്പോൾ ഈ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അവിടെ ചെറിയൊരു ചാറ്റൽ മഴ എന്തോ പെയ്തു എന്നാണ്. ആ ചാറ്റൽ മഴ പെയ്തതിനെക്കുറിച്ചും ആ സമയത്ത് ഇവർക്ക് ഉറക്കം വന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും. യഥാർത്ഥത്തിൽ മയക്ക ഉറക്കം വന്നിട്ടുണ്ടാവും. കാരണം എന്താണ്? വെള്ളം അടിച്ചിട്ടാണ് എല്ലാത്തിനെയും കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ തെളിവ് വേറെ ഉണ്ട്. അങ്ങനെ വെള്ളം അടിച്ചിട്ട് യുദ്ധത്തിന് കൊണ്ടുപോയി, അതും മനമില്ലാ മനസ്സോടെയാണ് പലരും പോയിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സന്ദർഭത്തിൽ തണുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മഴച്ചാറൽ കൊണ്ടോ അവർക്ക് യുദ്ധത്തിന് മുമ്പ് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് വല്ല ഉറക്കമോ മയക്കോ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുഹമ്മദിന് ഉറക്കം വന്നിട്ടുണ്ടാവും. മുഹമ്മദ് ബേജാറ് കൊണ്ട് മനസ്സിൻ്റെ സമനില തെറ്റിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എല്ലാവർക്കും വന്നു എന്ന് ധരിച്ചുകൊണ്ട് മുഹമ്മദ് പറഞ്ഞ ബടായി ആയിരിക്കാനാണ് സാധ്യത. അതല്ലെങ്കിൽ അത്യാവശ്യം നന്നായി വെള്ളം അടിച്ചു പോയതുകൊണ്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും മയക്കം തോന്നിയിട്ടുണ്ടാവും. അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്നതാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ ബദർ യുദ്ധത്തിൽ കാണിച്ച കറാമത്തായിട്ടൊക്കെയാണ് പറയുന്നത്. ഒരു 10-100 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു ഗോത്ര യുദ്ധത്തിൽ ഇതുപോലുള്ള ചീള് കേസ് കറാമത്തുകളൊക്കെ കാണിക്കുകയാണോ ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ചെയ്യേണ്ടത്? ദൈവം അങ്ങനെ മനുഷ്യരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കേണ്ട ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കേണ്ട കാര്യം എന്താ? ദൈവത്തിന് എന്ന് പറഞ്ഞാൽ എന്തു സാധ്യമാവുമെങ്കിൽ താൻ എന്തിനു വേണ്ടിയാണോ ഈ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് ആ പണിക്ക് മനുഷ്യന്മാരെ പ്രാപ്തരാക്കുക എന്നതല്ലേ ദൈവം ചെയ്യേണ്ടതുള്ളൂ. അതിനൊക്കെ നേരത്തെ പറഞ്ഞ മറുപടിയാണ് ഇതൊക്കെ അള്ളാഹു നിങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് നിങ്ങളെ തന്നെ കൊണ്ട് പരീക്ഷണം നടത്തുകയാണെന്ന്. ഇവ തമ്മിൽ തല്ലിച്ച് പരീക്ഷണം നടത്തുന്ന ഒരു രക്ഷിതാവ് എന്ത് തരം രക്ഷിതാവാണ്? 12 നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. മലക്കുകളോട് അള്ളാഹു പറയാണ് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് ആ മുശ്രിക്കുകൾ ആയിട്ടുള്ള സൈനികരുടെ മനസ്സിൽ ഞാൻ പേടി നിറപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ പേടി നിറച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഓലെ കഴുത്തിന് നോക്കി അങ്ങോട്ട് വെട്ടിക്കളയും, ഓളെ കയ്യും കാലും ഒക്കെ കണ്ട് വെട്ടിയാണ് നിരത്തിക്കളയും എന്ന് ഞാൻ മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് അള്ളാഹു ആയത്തിറക്കണം. എന്നിട്ട് വിശ്വാസികളായ ആളുകളെ ധൈര്യം കൊടുത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ട് അവരെ കൊണ്ട് വെട്ടിക്കാൻ നിങ്ങൾ സഹായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വെട്ടിക്കുക. അതൊക്കെ തർക്കമുണ്ട്. മലക്കുകൾ നേരിട്ടാണോ വെട്ടിയത് അതോ വിശ്വാസികളാണോ വെട്ടിയത് എന്നുള്ളത് വ്യാഖ്യാതാക്കൾ തമ്മിൽ തർക്കം നടക്കുകയാണ്. ഇപ്പോഴും തർക്കം നടക്കുകയാണ്. ചിലർ പറയുന്നത് മലക്കുകൾ ഇങ്ങനെ ധൈര്യം കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ചിലർ പറയുന്നത് മലക്കുകൾ നേരിട്ട് വെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അള്ളയാണെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ മലക്കുകളെയും പിരികേറ്റുന്നു, മറ്റവരെയും പിരികേറ്റുന്നു, വെട്ടാനും കുത്താനും. എന്താണ് അള്ളാഹിൻ്റെ നിലവാരം? ഈ അള്ളയാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ പഠിച്ചോൻ? ഈ അള്ളയാണോ ഈ മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷിതാവ്? ഈ പാവങ്ങളുടെ മനസ്സിൽക്കും കെട്ടും ഭീതി കുത്തി നിറച്ചു കൊടുത്തിട്ട് ആ മക്കയിൽ നിന്ന് വന്ന മുശ്രിക്കുകളുടെ മനസ്സിലേക്ക് ഭീതി ഇട്ട് നിറച്ചു കൊടുത്തിട്ട് അവരെ കഴുത്ത് വെട്ടാൻ ജിബ്രീലിനെയും മീക്കായിലിനെയും ഏർപ്പാട് ചെയ്തിട്ട് വെട്ടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ എത്ര എളുപ്പമായിരുന്നു ആ മക്കയിലായിരുന്ന സമയത്ത് അവരുടെ ആ മനസ്സിലേക്കൊക്കെ ലേശ ഈമാനം ഇട്ട് കൊടുത്താൽ പോരായിരുന്നു. ഈ അബൂ സുഫിയാനെയും അബൂ ജഹലിൻ്റെയും വലീദ് ബിൻ മുഗീറയുടെയും മക്കയിലുള്ള ഈ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഈ തെറി വിളിക്കുന്നവരുടെയും തന്തക്ക് വിളിക്കുന്നവരുടെയൊക്കെ മനസ്സിലേക്ക് ലേശ ഈമാൻ ഇട്ട് കൊടുക്കാൻ ഈ മുഹമ്മദ് പ്രവാചകനായി വന്നു എന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് കാണിച്ചു കൊടുത്തിട്ട് അവരുടെ മനസ്സൊക്കെ ഒന്ന് തട്ടി തുറന്നിട്ട് അവർക്ക് ഈമാൻ കയറ്റാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ
ഈ വൃത്തികെട്ട പണി ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ എന്ന് മാത്രമല്ല, ഈ ഈമാൻ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹൃദയങ്ങൾക്ക് മൂടിയിട്ട് അവരുടെ കണ്ണും കാതൊക്കെ അടപ്പിട്ടിട്ട് സീല് വെച്ചിട്ട് അങ്ങോട്ട് ഈമാൻ കയറാതിരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് ഈമാൻ കയറാത്തതിൻ്റെ പേരിൽ പിന്നെ അവരെ മനസ്സിലേക്ക് ഭീതി കുത്തി നിറപ്പിച്ചു കൊടുത്തിട്ട് മറ്റവരെ കൊണ്ട് കഴുത്ത് വെട്ടിക്കാം. ആര്? നീതിമാനായ പ്രപഞ്ചസൃഷ്ടാവായ രക്ഷിതാവായ പടച്ച തമ്പുരാൻ. ഈ ജാതി വർത്താനൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തി, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന ഉപകരണത്തെ പൂർണ്ണമായിട്ടും നിഷ്ക്രിയമാക്കി ഫ്രീസറിൽ വെച്ചിട്ടല്ലാതെ ഈ ജാതി വഷളത്തരങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, വിഡ്ഢിത്തങ്ങൾ മനുഷ്യർ വെട്ടി വിഴുങ്ങാൻ കഴിയൂ. ഇതൊക്കെ വായിച്ചിട്ടാണ് എൻ്റെ ഈമാൻ പോയത്. അതുവരെ ഞാനും വിശ്വാസിയായിരുന്നു. പക്ഷേ ഈ വഷളത്തരങ്ങളെല്ലാം വായിച്ചിട്ട് ഇത് വിശ്വസിക്കണമെങ്കിൽ മനുഷ്യൻ തലച്ചോറ് ഒന്നുമല്ലാതാക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള കള്ളക്കഥകളാണ്, കെട്ടുകഥകളാണ്, അന്ധവിശ്വാസങ്ങളാണ്, വഷളത്തരങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം പോയത്. അത് ഞാൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞതല്ല, എൻ്റെ ബോധ്യമാണ്. സഹജമായിട്ട് എൻ്റെ മനസ്സിൽ വന്നു ചേർന്ന ബോധ്യമാണ്. അതെൻ്റെ കുറ്റമല്ല. അതിൻ്റെ പേരിൽ എന്നെ അടുപ്പിലിട്ട് കത്തിക്കും എന്നാണ് പറയുന്നത്. എന്ത് ന്യായമാണ് അതിനുള്ളത്? എനിക്കിത് നുണയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം പോയത്. ഞാൻ പിടിച്ചു വെച്ചാലും നിൽക്കില്ല ആ വിശ്വാസം. പേടി ഇട്ടുകൊടുത്ത്, മനസ്സിലേക്ക് പേടി ഇട്ടുകൊടുത്തിട്ട് കഴുത്ത് വെട്ടിക്കാം. നീതിമാനും കാരുണ്യവാനും രക്ഷിതാവുമായ ദൈവം, ആ ദൈവത്തിനെ ഒരു ഭീകരവാദി എന്നല്ലാതെ, ഒരു മനോരോഗി എന്നല്ലാതെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുക? 13, അവർ അള്ളാഹുവോടും അവൻ്റെ ദൂതരോടും എതിർത്തു നിന്നതിൻ്റെ ഫലമത്രേ അത്. അവരല്ലാഹുവിനോടും അവൻ്റെ ദൂതനോടും എതിർത്ത് നിൽക്കണം എന്നത് അള്ളാഹ് തീരുമാനിച്ച് എതിർത്ത് നിൽക്കാൻ വേണ്ടി ഒരേ നേതാവായിട്ട് നിയോഗിച്ചത് അള്ളാഹ് തന്നെയാണ് എന്ന് ഇതേ ഖുർആനിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആ അള്ളാഹ് പറയാണ്, അവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും എതിർത്ത് നിന്നതിൻ്റെ ഫലമത്രേ അത്. വല്ലവനും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും എതിർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. എന്നിട്ട് അള്ളാഹു എന്തേ ശിക്ഷിക്കാതിരുന്നത്? അള്ളാഹു മക്കയിലും ശിക്ഷിച്ചിട്ടില്ല, മദീനയിലും ശിക്ഷിച്ചിട്ടില്ല. ഇവിടെ ശിക്ഷിച്ചത് മുഹമ്മദാണ്. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും കൂടെ വാളെടുത്ത് പോയിട്ടാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്, അല്ലാതെ അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല. എന്നിട്ട് ഈ മുഹമ്മദും കൂട്ടരും നടത്തിയ ഈ തോന്നിവാസത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം 8 കാലി മമ്മൂഞ്ഞിനെ പോലെ വന്ന് ഏറ്റെടുക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത്. അള്ളാഹു സ്വന്തമായിട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല. അള്ളാഹുവിന് 13 കൊല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് മുഹമ്മദ് എന്ന് ആ മക്കക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരാവശ്യപ്പെട്ടതനുസരിച്ച്, മുഹമ്മദ് അവകാശപ്പെട്ടതനുസരിച്ച് ഒരു തെളിവും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല, ശിക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല. ശിക്ഷ അവരാവശ്യപ്പെട്ടിട്ട് പോലും ശിക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാനോ, അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടാക്കാനോ, അവിടെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാക്കാനോ, അല്ലെങ്കിൽ ഈ ഖുറൈശി പ്രമാണിമാരായ ആളുകൾക്ക് വ്യക്തിപരമായിട്ടെങ്കിലും എന്തെങ്കിലും ദുരന്തം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ റസൂലിനെ എതിർക്കുന്നവരെയൊക്കെ അള്ളാഹു അങ്ങോട്ട് കഠിനമായിട്ട് ശിക്ഷിക്കും. അള്ളാഹു ആരെയും ശിക്ഷിച്ചിട്ടില്ല, ശിക്ഷിച്ചത് മുഹമ്മദാണ്. അള്ളാഹു ഒന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞതെല്ലാം മുഹമ്മദാണ്. ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ഈ പറഞ്ഞതൊന്നും ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് സാധ്യമല്ല. ഇതിനിപ്പം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് കോമൺ സെൻസേ ശരിയല്ല എന്നാണ്, നമ്മൾ ചിന്തിക്കാനേ പാടില്ല എന്നാണ്. ഇതൊക്കെ നമ്മൾ കണ്ണും പൂട്ടി അങ്ങനെ മിണുങ്ങിക്കോണം എന്നാണ്. കണ്ണും പൂട്ടി മിണുങ്ങാൻ പറ്റുന്നവർക്ക് മിണുങ്ങാം, പക്ഷേ അത് പറ്റാത്തവരെങ്ങനെയാണ് കുറ്റവാളികളാകുക? മിണുങ്ങണേ നമുക്കിത് എന്തെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെടാത്ത കാര്യം മിണുങ്ങാത്തതിന് നമ്മളെ പിടിച്ചിട്ട് നിത്യനരകത്തിൽ കത്തിച്ച് കളയും എന്ന് പറഞ്ഞാൽ ഈ കത്തിക്കാൻ നിൽക്കുന്ന ആൾക്ക് കാര്യമായ കുഴപ്പമുണ്ട് എന്നല്ലാതെ എന്താ അതിനർത്ഥമുള്ളത്? എന്തെങ്കിലും ഒരു ആത്യന്തികമായ നീതിയും നെറിയും നടപ്പിലാവണമെങ്കിൽ ഈ ജാതി പിരാന്ത് പിടിച്ച ദൈവങ്ങളെ പിടിച്ചിട്ട് കയ്യും കാലും കെട്ടിയിട്ട് നരകത്തിലിടുക, അത്രേ നിവൃത്തിയുള്ളൂ. ഇവിടെ ഇതാണ് ദൈവമെങ്കിൽ ഈ ദൈവത്തിനെയാണ് കെട്ടിയിട്ടിട്ട് മുക്കാലിയിൽ കെട്ടിയിട്ട് തല്ലേണ്ടത്. ഈ ദൈവത്തിനാണ് കൈയും കാലും വരിഞ്ഞു കെട്ടി അടുപ്പിൽ കൊണ്ടിടേണ്ടത്. ആ ജാതി വൃത്തികേടുകളാണ് ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത്. ദൈവം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ലോകത്ത് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു ദൈവം, കണ്ണും കടപ്പുള്ള ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ലെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ച് ഈ മാതിരി വഷളത്തരങ്ങൾ പ്രചരിപ്പിച്ച ആളുകളുടെ നേരെ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ കാണുമായിരുന്നു. അതുപോലും നമ്മൾക്ക് കൃത്യമായി കാണാൻ കഴിയുന്നില്ല എന്നതാണ് ദൈവം തന്നെ ജീവിച്ചിരിപ്പില്ല എന്ന് നമ്മളൊക്കെ നിഗമനത്തിലെത്തിയതിൻ്റെ പ്രധാന കാരണം. ഒരു ദൈവം
സ്വന്തം സൃഷ്ടികളെ മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അയച്ച് കിതാബുകൾ കൊടുത്തയച്ചിട്ട് ഉത്ബോധനം നടത്തി എന്നൊക്കെ പറയുമ്പോൾ ആ ഉത്ബോധന പുസ്തകങ്ങളിൽ ഇന്നത്തെ മനുഷ്യൻ്റെ സഹജമായ ഒരു നീതിബോധവുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങളെങ്കിലും കാണണ്ടേ? അപ്പോൾ ഈ കാര്യം തന്നെ നോക്കൂ നിങ്ങൾ. യുദ്ധം ചെയ്യാൻ പറയുന്ന ഒരു ദൈവം, ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ 1,1,4,00,000 പ്രവാചകന്മാരെ അയച്ച ദൈവത്തിന് മനുഷ്യരെ നിങ്ങൾ യുദ്ധം ചെയ്യരുത്, അത് തിന്മയാണ്, നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വഴിയിലൂടെ പരിഹരിക്കണം എന്ന് ഒരു വാചകം പറഞ്ഞു കൊടുക്കാൻ ഈ 1,4,00,000 പ്രവാചകന്മാർ കൊണ്ടുവന്ന ഒരു കിതാബിലും അങ്ങനെ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയില്ല. യുദ്ധം ചെയ്യ്, കുട്ടികളെ വെട്ട്, ഗർഭിണികളെ വെട്ട്, സ്ത്രീകളെ വെട്ട് എന്ന് പറയുന്ന കിതാബുകളാണ്. ബൈബിൾ അടക്കം, ബൈബിളിലും ഖുർആനിലും ഒക്കെ അതാണ് കാണുന്നത്. വെട്ട് കൊല്ലുമ്പോൾ ഞാനും കൂടി തരാം, ഭീതി ഇട്ട് കൊടുക്കാം, കഴുത്തിന് വെട്ടിക്കോ, കാലിന് വെട്ടിക്കോ, ഞാനും കൂടാം വെട്ടാൻ, മലക്കുകളെ പറഞ്ഞയച്ചിട്ടുണ്ട് വെട്ടിക്കോ. ഇങ്ങനെ മനുഷ്യരെ വെട്ടിക്കാനും കൊല്ലിക്കാനും യുദ്ധം ചെയ്യിക്കാനുമാണ് 1,4,00,000 പ്രവാചകന്മാരെ അയച്ചിട്ട് മനുഷ്യനെ ധാർമ്മികത പഠിപ്പിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ ധാർമ്മികതയൊക്കെ ഏത് അടുപ്പിലെ ധാർമ്മികതയാണ്? ദൈവം മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ വെട്ടരുത്, കുത്തരുത്, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കൂ എന്നല്ലേ പഠിപ്പിക്കേണ്ടത്? ആദം നബി എന്ന് പറയുന്ന ഒന്നാമത്തെ മനുഷ്യൻ്റെ മക്കൾ തന്നെ തമ്മിൽ വെട്ടി ഒരുത്തൻ മറ്റവനെ കൊന്നു എന്നുള്ള കഥയാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ക്രിസ്തു മതം, ഇസ്ലാം മതമൊക്കെ പഠിപ്പിക്കുന്നത് ഈ കഥയാണ്. അങ്ങനെ കൊലപാതകത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഹിംസയുടെയും യുദ്ധങ്ങളുടെയും കഥകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അക്രമത്തിലേക്കും അശാന്തിയിലേക്കും തിരിച്ചു വിടുക എന്നതിൽ പരം ഈ മതങ്ങൾ മനുഷ്യരാശിക്ക് എന്ത് ധാർമ്മികതയാണ് പ്രദാനം ചെയ്തിട്ടുള്ളത്? യുദ്ധം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വാചകം ദൈവങ്ങളുടെ പുസ്തകങ്ങളിൽ എന്തുകൊണ്ടാണ് കാണാത്തത്? ദൈവങ്ങൾ തന്നെ ഈ വാളും കുന്തവും അമ്പും വില്ലും ഗതയുമായിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഏത് ദൈവത്തിൻ്റെ ചിത്രം നിങ്ങൾ എടുത്തു നോക്കുമോ, കയ്യിലൊക്കെ ആയുധങ്ങളാണ്. എന്തിനാണ്? യുദ്ധം ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഈ ദൈവങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന ദൈവങ്ങളായി മാറിയത്? മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ച കാലത്ത് മനുഷ്യൻ്റെ പ്രധാന പണി ഇതായിരുന്നു. അത് തന്നെ കാരണം. യുദ്ധം ചെയ്യാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവങ്ങൾ യുദ്ധം ചെയ്യുന്നവരായി മാറിയത്. അതുകൊണ്ടാണ് ദൈവങ്ങളുടെ കയ്യിൽ യുദ്ധായുധങ്ങളുണ്ടായത്. അതുകൊണ്ടാണ് ദൈവങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലവിളിക്കുന്നത്. സ്വന്തം സൃഷ്ടികൾ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ആണ് തനിക്ക് കാര്യം നേടേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് തന്നെ അധാർമികതയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് ധാർമ്മികതയല്ല അധാർമികതയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്. യുദ്ധം തന്നെ തിന്മയാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് ആധുനിക കാലത്തെ മനുഷ്യൻ. സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ധാർമ്മികതയാണ് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികത. ആ ധാർമ്മികത മനുഷ്യരാശിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യം കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടത് ഈ യുദ്ധത്തിൻ്റെയും ചോരക്കൊതിയുടെയും ഇതുപോലുള്ള അക്രമത്തിൻ്റെയും ഹിംസയുടെയും ധർമ്മം പഠിപ്പിക്കുന്ന മതങ്ങളെയും ദൈവങ്ങളെയുമാണ്. ഈ മതങ്ങളും ദൈവങ്ങളും ഒക്കെ ഒരു കാലത്തും മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ച കള്ളക്കഥകളാണ് എന്നത് നമ്മളോട് പറയുന്നത് മറ്റാരുമല്ല, സഹജമായ നമ്മുടെ നീതിബോധം തന്നെയാണ്. ഞാനൊക്കെ മതവിശ്വാസം ഉപേക്ഷിച്ചത് എൻ്റെ നീതിബോധവുമായിട്ട് ഈ മതകിതാബുകളിൽ പറയുന്ന കഥകൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ്. കഴുത്തുവെട്ടു എന്ന് പറയുന്ന ഈ വാക്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ ഒരവിശ്വാസിയാക്കി മാറ്റിയത്. കാരണം ഒരിക്കലും എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ദൈവം സ്വന്തം സൃഷ്ടികളോട് വാളെടുത്ത് വെട്ടാനും കഴുത്തു വെട്ടാനും പറയില്ല. അതുതന്നെയാണ് ഇതൊന്നും ദൈവം പറഞ്ഞതല്ല എന്ന ചിന്തയിലേക്ക് നമ്മളെ നയിച്ചത്. എന്നാലും ഒരു ശക്തിയില്ലേ, എന്നാലും ഒരു ദൈവമില്ലേ എന്ന ചിന്തയിൽ നിന്ന് ദൈവം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന ചിന്തയിലേക്ക് നയിച്ചത് പോലും ഈ കഥകളാണ്. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ അവഹേളിച്ചുകൊണ്ട്, ദൈവത്തെ അപമാനിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പേരിൽ ഇത്തരം തെമ്മാടിത്തങ്ങൾ എഴുതി വെച്ച കഥകൾ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യർ നൂറ്റാണ്ടുകളായി പരസ്പരം കഴുത്തുവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നോക്കിയിരിക്കാൻ ഒരു ദൈവത്തിന് ഒരിക്കലും സാധ്യമാവില്ല എന്നതുകൊണ്ടാണ് ദൈവം ജീവിച്ചിരിക്കാനേ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ നിരീശ്വരവാദിയൊക്കെ ആവുന്നത്. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം.